എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചവര് വെച്ചിട്ട് ഒരു പാൽപ്പായസവും പിന്നെ ഒരു അടയുമാണ് കേട്ടോ, പൂവട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓണത്തിൻ്റെ അന്ന് തയ്യാറാക്കാവുന്ന 2 ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൗരി പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചൗരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ് മതി. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അരിപ്പയിലൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചവരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. ചവരി എപ്പോഴത്തേനും നന്നായി വെന്ത് വന്നിരിക്കും. വെന്തതിന് ശേഷം നമ്മളിതൊന്ന് അരിപ്പയിലൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. ഇനി അതേ കടായി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ചൗരി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. പാലും ചവരിയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര മധുരം മതിയോ എന്ന്. പക്ഷേ ഞാനിതിലേക്ക് വേറൊരു സംഭവം കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തെടുക്കാം. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ, മിൽക്ക് ചോക്ലേറ്റ്. ഇതാദ്യം ഞാനൊരു 50 ഗ്രാമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മധുരം പോരെങ്കിൽ ഒരു 50 ഗ്രാം കൂടി മിൽക്ക് ചോക്ലേറ്റ് ചേർത്തെടുക്കാം. അപ്പോൾ ഞാനൊരു 50 ആദ്യം ചേർത്ത് നോക്കി. പക്ഷെ കുറച്ചും കൂടി മധുരം ആവശ്യമായതുകൊണ്ട് ഒരു 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും കൂടി ഞാനിതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചൗരി പാൽപ്പായസം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇതിരിക്കും തോറും കട്ടിയാകും. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാം. എന്നിട്ട് തണുത്തതിനോ അല്ലെങ്കിൽ ലൈറ്റ് ചൂടോടുകൂടി പായസം കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ തവണത്തെ ഓണത്തിന് ഈ ഒരു ഐറ്റം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിക്കോ. അടിപൊളിയാണ്. ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു ചൗരിപ്പാൽ പായസം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് അടയാണ് കേട്ടോ, പൂവട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇത് അരിയൊന്ന് ഇട്ട് കൊടുക്കാം. അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം ഞാൻ ശർക്കരയിലല്ല കേട്ടോ പൂവട തയ്യാറാക്കുന്നത്, നാളികേരവും പഞ്ചസാരയും. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഇതേ രീതിയിൽ ആണ് കേട്ടോ അട തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. എന്നിട്ട് അരി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയല്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമ്മുടെ വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു താവി മാവ് ഒഴിച്ചെടുക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് വറുത്ത പൊടി വെച്ച് കുഴച്ചിട്ട് അട പോലെ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരി അരച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഇതേ രീതിയിലല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അരി അരച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി മാവ് ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ഇതൊന്ന് പരന്ന് വരും. കയ്യിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫില്ലിങ്സായിട്ട് നാളികേരം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരത്തിൻ്റെ ഫില്ലിങ്സ്. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഇലയൊന്ന് മടക്കി കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോന്നും വെച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ് അത്രയും, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഈ ഒരു അട തയ്യാറാവാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം
ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട്, പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇലയിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് കാണിച്ചു തരാം. ഭയങ്കര നൈസായിട്ടാണ് കേട്ടോ ഈ ഒരു അട ഇരിക്കുന്നത്. നമ്മൾ അരി അരച്ചിട്ട് ഇതേപോലെ ചുടുമ്പോൾ ഭയങ്കര നൈസായിട്ട് തന്നെ കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ തവണത്തിന് പൂവട ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.